ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടെക്നോയാണ്. ഗൈസ്, നമ്മുടെ എല്ലാവരും ചെറിയൊരു ഡ്രീം അല്ലെങ്കിൽ ചെറിയൊരു ആഗ്രഹമായിരിക്കും ഇൻസ്റ്റാഗ്രാമിൽ വെരിഫിക്കേഷൻ ടിക്ക് കിട്ടാന്നുള്ളത്. അതായത് ആ ഒരു ബ്ലൂ ടിക്ക് കിട്ടാന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര വലിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. നല്ല ബുദ്ധിമുട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വെരിഫിക്കേഷൻ ടിക്ക് കിട്ടണമെങ്കിൽ. നമുക്കിപ്പോൾ ഒരു 100K ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റയുടെ അടുത്ത് നിന്ന് വെരിഫിക്കേഷൻ തരാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് നമുക്ക് വെരിഫിക്കേഷൻ തന്നെ പോലെ ഇൻസ്റ്റാഗ്രാം തരത്തില്ല. എനിച്ച് പോടാന്നാ ഇൻസ്റ്റാഗ്രാം പറയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസിനും റീൽസിനൊക്കെ നല്ല വ്യൂസും നല്ല റീച്ച് ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ചെന്നാലും ഇൻസ്റ്റാഗ്രാം തരത്തില്ല ഗൈസ്, വെരിഫിക്കേഷൻ തരത്തില്ല. പക്ഷേ ഗൈസ്, ഇനി മുതൽ നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈസി ആയിട്ട് ഈ ഒരു വെരിഫിക്കേഷൻ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബ്ലൂ വെരിഫിക്കേഷൻ ഈസി ആയിട്ട് കിട്ടാന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അതായത് നമുക്ക് ഫോളോവേഴ്സ് വേണമെന്നില്ല, നമ്മൾ പ്രമുഖനാവണ്ട, സെലിബ്രിറ്റി ആവണ്ട, അല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ബ്ലൂ വെരിഫിക്കേഷൻ ടിക്ക് കിട്ടും. സോ ഗൈസ്, ഞാൻ അധികം പറഞ്ഞ സമയം കളയാനില്ല, ഡയറക്റ്റ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് യുവർ വെറൈറ്റി ചാനൽ. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് ഇൻസ്റ്റാഗ്രാമിൽ ബ്ലൂ ടിക്ക്, അതായത് വെരിഫിക്കേഷൻ ടിക്ക് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ കേസൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടാണ്. വളരെ റയറായിട്ട് മാത്രമേ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ബ്ലൂ വെരിഫിക്കേഷൻ ടിക്ക് കിട്ടത്തുള്ളൂ. അത് കിട്ടണമെങ്കിൽ നമ്മളെ കുറിച്ചുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരണം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഓൾറെഡി വെരിഫൈഡ് ആയിരിക്കണം. അങ്ങനെ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ടിക്ക് കിട്ടത്തുള്ളൂ. നമ്മളൊരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ബ്ലൂ ടിക്ക് കിട്ടത്തില്ല, വെരിഫിക്കേഷൻ ടിക്ക് കിട്ടത്തില്ല എന്നുള്ള ഒരു രീതിയായിരുന്നു ഇത്ര നാള് ഇൻസ്റ്റാഗ്രാമിന്റെ. ഇപ്പൊ നമ്മൾ യൂട്യൂബിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് 100K സബ്സ്ക്രൈബേഴ്സ് ആയെന്ന് പറഞ്ഞ് യൂട്യൂബിന് നമ്മൾ വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്താൽ സ്പോട്ടിൽ നമുക്ക് വെരിഫൈ ചെയ്ത് തരും. പക്ഷേ ഇപ്പുറത്ത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിന്റെ അടുത്ത് 100K ഫോളോവേഴ്സ് ആയെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ടി വിടും. അങ്ങനെയായിരുന്നു ഗൈസ് ഇത്ര നാളെ അവസ്ഥ. പക്ഷേ ഗൈസ്, ഇനി മുതൽ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. 100K ഫോളോവേഴ്സ് വേണ്ട, അതുപോലെ തന്നെ പ്രമുഖനാവണ്ട, ന്യൂസ് പേപ്പറിലും അതുപോലെ തന്നെ നമ്മളെ പറ്റിയുള്ള ന്യൂസും കാര്യങ്ങളും ഒന്നും വരണ്ട, മറ്റുള്ള പ്ലാറ്റ്ഫോമിൽ ഒന്നും നമ്മൾ വെരിഫൈഡോ ആവണ്ട. നമുക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വെരിഫൈ ആവാനായിട്ട് പറ്റും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ്, മെറ്റ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതായത് മെറ്റ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നോർമലായിട്ട് വെരിഫൈ ആവാനായിട്ട് പറ്റും. അതിന് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് മെറ്റ വെരിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ആ ഒരു പേജിന്റെ ഉള്ളിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കാണാനായിട്ട് സാധിക്കും, അതിന്റെ അടിയിൽ ഫേസ്ബുക്കിൽ നിന്ന് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജോയിൻ വെയിറ്റ് ലിസ്റ്റ് എന്ന് ചോദിക്കും. ജസ്റ്റ് ജോയിൻ വെയിറ്റ് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ്, നമ്മുടെ റിക്വസ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. നമ്മുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാം അറിയിക്കുന്നു പറഞ്ഞ് ഒരു ചെറിയ നോട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ കാണുന്ന പോലെ കാണാനായിട്ട് സാധിക്കും. അതായത് അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് മെയിലേക്ക് അല്ലെങ്കിൽ ഫോൺ നമ്പറേക്ക്, അതും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ നോട്ടിഫിക്കേഷനിൽ അവർ പറയും മെറ്റ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിനുശേഷം നമ്മൾ പോയി കഴിഞ്ഞിട്ട് നമ്മുടെ ചെറിയൊരു സെൽഫിയും അതുപോലെ തന്നെ നമ്മുടെ ID കാർഡും പ്രൂഫായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെരിഫിക്കേഷൻ ടിക്ക് കിട്ടും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ഇത്ര മാത്രം ചെയ്താൽ മതി. പക്ഷേ ഇതിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൈസ്, നമ്മൾ ഇത് സബ്സ്ക്രിപ്ഷൻ പോലെയാണ് എടുക്കേണ്ടത്. അതായത് നെറ്റ്ഫ്ലിക്സിലും ആമസോണിലൊക്കെ നമ്മൾ മാസം കാശ് കൊടുക്കാറില്ലേ, റീചാർജ് ചെയ്യാറില്ലേ, അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ റീചാർജ് ചെയ്താലാണ്, അല്ലെങ്കിൽ ഈ ഒരു മെറ്റയിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്താലാണ് നമുക്ക് ഇതുപോലെ വെരിഫിക്കേഷൻ ടിക്ക് കിട്ടുള്ളൂ. ഏറെക്കുറെ $11 എന്നാണ് പറഞ്ഞത് ഗൈസ്. ഇന്ത്യൻ റുപ്പീസ് വരുമ്പോൾ എനിക്ക് തോന്നുന്നു 600 രൂപ 700 രൂപ ഒരു റേഞ്ചിലായിരിക്കും ഈ ഒരു സബ്സ്ക്രിപ്ഷൻ വരാൻ പോകുന്നത്. അതായത് നിങ്ങൾ മാസം 600-700 രൂപ മുടക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു വെരിഫിക്കേഷൻ ടിക്ക് കിട്ടും. അത് മാത്രമല്ല, അത് കൂടാതെ കുറെ ഫീച്ചേഴ്സ് ഒക്കെ ഇതിനിപ്പോൾ അൺലോക്ക് ആവുന്നുണ്ട്. അത് സെറ്റിംഗ്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ആവുകയാണെങ്കിൽ നമുക്ക് സ്പോട്ടിൽ എടുത്തു തരും. അത് മാത്രമല്ല, നമുക്ക് വേറെ കുറെ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഒപ്പം തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. അതായത് നമുക്ക് ഡയറക്റ്റ് കസ്റ്റമർ കെയർ ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഈ ഒരു വെരിഫിക്കേഷൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. പറഞ്ഞു വേർത്ത് ഗൈസ്. അപ്പോൾ എന്തായാലും ഇനി മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് വെരിഫൈ ആവാനായിട്ട് പറ്റും ഇൻസ്റ്റാഗ്രാമിൽ. ഇതിന്റെ ഒപ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിലും വെരിഫൈഡ് ആവും. പിന്നെ ഇനിയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെരിഫിക്കേഷന് വില ഇല്ലാണ്ടാവുന്നുള്ള ഒരു അവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വെരിഫൈ ആവാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും വെരിഫൈഡ് ആയിരിക്കും. പിന്നെ എന്താ പറയാ, മുമ്പത്തെ ഒരു വെരിഫിക്കേഷന്റെ വാല്യൂ ഈ ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവത്തില്ല. അത് അറിയാലോ, നോർമൽ ആണ്. ചിലപ്പോൾ ഗൈസ് ഇനി ഇതിന്റെ മുകളിൽ ഒരു സംഭവം കൂടി ഫേസ്ബുക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു വല്ല ഗോൾഡൻ ടിക്കോ, ട്വിറ്ററിലൊക്കെ ഉള്ള പോലെ ഗോൾഡൻ ടിക്കോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരും വന്നിട്ട് അത് സെലിബ്രിറ്റീസിന് കൊടുക്കും. ഈ നോർമൽ വെരിഫിക്കേഷൻ ടിക്ക് എല്ലാവർക്കും കൊടുക്കും. അങ്ങനത്തെ സംഭവമൊക്കെ ഭാവിയിൽ ചിലപ്പോൾ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതായാലും ഈ ഒരു അപ്ഡേറ്റിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് അടിയിൽ കമന്റ് ചെയ്യാം. ഇങ്ങനെ ഒരു വെരിഫിക്കേഷൻ ടിക്ക് എല്ലാവർക്കും കൊടുത്തത് നല്ലതായോ, അല്ലെങ്കിൽ പഴയ പോലെ തന്നെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ അത്യാവശ്യം പ്രമുഖരായിട്ടുള്ളവർക്ക് തന്നെ വെരിഫിക്കേഷൻ കൊടുക്കേണ്ടതാണോ നല്ലതെന്ന് നിങ്ങൾ അടിയിലൊന്ന് കമന്റ് ചെയ്യാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ജസ്റ്റ് ഇൻസ്റ്റയിൽ എല്ലാവർക്കും വെരിഫിക്കേഷൻ ടിക്ക് കിട്ടുമെന്ന് അറിഞ്ഞപ്പോൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്ന ഇറ്റ്സ് യുവർ വെറൈറ്റി ചാനൽ ടെക്നോ ഫ്ലിപ്പ്. പീസ് ഔട്ട്.